നമസ്കാരം. ഹമാസ് രാഷ്ട്രീയ സമിതി മേധാവി ഇസ്മായിൽ ഹനിയ ദുരൂഹ സാഹചര്യത്തിൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിൻ്റെ ഞെട്ടലിലാണ് ഇറാനും ഹമാസും. കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ ഏറ്റെടുത്തിട്ടില്ല. ഇപ്പോൾ സംഭവത്തിൽ ലഭ്യമായിരിക്കുന്നത് അന്തർദേശീയ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഊഹാപോഹങ്ങൾ മാത്രമാണ്. ഇസ്രയേൽ കാര്യങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് വരെയും ഇതിന് പുതിയ മാനങ്ങൾ കൈവരില്ല. ഹനിയുടെ കൊലപാതകത്തിലെ കൊലയാളികളുടെ നിഴൽ പോലും അവശേഷിപ്പിക്കാത്ത കൊലപാതക രീതിയും ഉന്നത സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും വിരൽ ചൂണ്ടുന്നത് ഇസ്രയേലി ചാരസംഘടനയായ മൊസാദിനുള്ളിലെ കിഡോൺ എന്ന കുപ്രസിദ്ധ ഘാതക സംഘത്തിന് നേർക്കാണ്. ലക്ഷ്യത്തെ മാത്രം കൃത്യമായി വകവരുത്തുന്നതിൽ ഇവർക്കൊപ്പം വൈദഗ്ധ്യമുള്ളവർ ലോകത്ത് വേറെയുണ്ടാകില്ല. എതിരാളികളുടെ പേടി സ്വപ്നമായ കിഡോൺ മൊസാദിനകത്തെ മൊസാദാണ്. ദുരൂഹമായ വഴികളിലൂടെ ദൗത്യം പൂർത്തിയാക്കി അപ്രത്യക്ഷരാകുന്ന നിഴൽ കൊലയാളി സംഘം. കിഡോണിൻ്റെ മുഖമുദ്രയാണ് അതീവ കൃത്യതയുള്ള അതിരഹസ്യ ഓപ്പറേഷനുകൾ. കിഡോണിന് ഹീബ്രു ഭാഷയിൽ കുന്തമുന എന്നാണ് അർത്ഥം. വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ഭീഷണികളാണ് കിഡോണിൻ്റെ രൂപീകരണത്തിലേക്ക് ഇസ്രയേലിനെ നയിച്ചത്. അതിനുശേഷം വിജയകരമായ നിരവധി വിദേശ ദൗത്യങ്ങളിലൂടെ ഇസ്രയേലിൻ്റെ സുരക്ഷാ പരിപാലനത്തിൽ വലിയ പങ്ക് വഹിക്കുകയാണ് കിഡോൺ. അങ്ങേയറ്റത്തെ തയ്യാറെടുപ്പിനും പിഴവറ്റ ആസൂത്രണത്തിനും ശേഷം മാത്രമായിരിക്കും അവർ ഓരോ മിഷനും നടപ്പിലാക്കുക. മൊസാദിലെ സെഡാറിയ എന്ന അണ്ടർ കവർ വിഭാഗത്തിന് കീഴിലാണ് ഈ അതിരഹസ്യ വിഭാഗം. മുഖ്യ ജോലി എന്നത് ഇസ്രയേലിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന പ്രമുഖരെ അതിവിദഗ്ധമായി കൊലപ്പെടുത്തുക എന്നത് തന്നെയാണ്. അത് അവർ എവിടെയായാലും. അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് അതിവേഗത്തിൽ ദൗത്യം പൂർത്തിയാക്കുന്ന ഇവരുടെ എണ്ണം 50-നും 55-നും ഇടയ്ക്കാണെന്നാണ് കരുതപ്പെടുന്നത്. കിഡോണിൻ്റെ ഫണ്ടിംഗ് അടക്കമുള്ള വിവരങ്ങളെല്ലാം പരമ രഹസ്യം. സ്വന്തം ഐഡന്റിറ്റി വളരെ രഹസ്യമായി സൂക്ഷിക്കുന്ന ഇവർക്ക് മൊസാദിനകത്ത് പോലും വ്യാജപ്പേരുകളാണുള്ളത്. പുറമെയാണ് ദൗത്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന നിരവധി കള്ളപ്പേരുകൾ. 30-ൽ താഴെ പ്രായമുള്ള ഇവർക്ക് ശാരീരിക ക്ഷമതയിൽ മാത്രമല്ല വൈദഗ്ധ്യം. നിരവധി ഭാഷകൾ സംസാരിക്കുന്ന സംഘാംഗങ്ങൾ സാങ്കേതിക വിദ്യയിൽ അവഗാഹമുള്ളവരാണ്. ഫോൺ ടാപ്പിങ്ങും കമ്പ്യൂട്ടർ ഹാക്കിങ്ങും ഒക്കെ വഴങ്ങുന്ന ഇവർക്ക് ലോകത്തുള്ള ഏറ്റവും പുതിയ ആയുധങ്ങൾ ഉപയോഗിക്കാനറിയാം. അവരുടെ കയ്യിലുള്ള ചില ആയുധങ്ങൾ ലോകത്ത് മറ്റാർക്കും ഉണ്ടാകില്ല. അതികഠിനമാണ് അവരുടെ പരിശീലനം. കിഡോണിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പ്രധാനമായും ഇസ്രയേലിലെ സൈന്യത്തിലും മറ്റ് പ്രത്യേക സേനകളിൽ നിന്നുമാണ്. പിന്നെയാണ് ശരിക്കുമുള്ള പരിശീലനം ആരംഭിക്കുന്നത്. പോരാട്ടത്തിലും ബുദ്ധിയിലും ഭാഷാ നൈപുണ്യത്തിലും വളരെ മികവുള്ളവരെയാണ് ഇവർ തിരഞ്ഞെടുക്കുക. ചിലപ്പോൾ സഖ്യരാജ്യങ്ങളുമായും ഇക്കാര്യത്തിൽ സഹകരിച്ചെന്ന് വരാം. ഒരു ദൗത്യത്തിന് ഇറങ്ങുമ്പോൾ സംഘാംഗങ്ങൾക്ക് 4 പ്രധാന കാര്യങ്ങളാണ് നിർവഹിക്കാനുള്ളത്: നിരീക്ഷിക്കൽ, ഓപ്പറേഷന് വേണ്ട കാര്യങ്ങൾ സംഘടിപ്പിക്കൽ, കൊലയാളി സംഘത്തെ സ്ഥലത്തെത്തിക്കുകയും രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്യൽ, വധിക്കൽ എന്നിങ്ങനെ. മികച്ച ഷൂട്ടർമാരും സ്ഫോടക വസ്തു നിർമ്മാണത്തിൽ അഗ്രഗണ്യരുമാണിവർ. വിവരങ്ങൾ ശേഖരിക്കുവാനും മറ്റും അത്യാധുനിക നിരീക്ഷണ ഉപകരണങ്ങൾ അവരുടെ പക്കലുണ്ട്. കിഡോൺ സംഘാംഗങ്ങൾ തങ്ങളുടെ മേധാവികളുമായി ബന്ധപ്പെടുന്നത് അത്യപൂർവമാണ്. രഹസ്യാത്മകതയ്ക്ക് പുറമെ സാഹചര്യമനുസരിച്ച് ഉടനടി തീരുമാനമെടുക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. കിഡോൺ നടത്തിയ ഓപ്പറേഷനുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് ദൈവകോപം ആയിരുന്നു. 1972-ലെ മ്യൂണിക് ഒളിമ്പിക്സിൽ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന പേരായ പാലസ്തീൻ തീവ്രവാദി സംഘം 11 ഇസ്രയേലി അത്ലറ്റുകളെ ബന്ദികളാക്കുകയും ഒടുവിൽ കൊല ചെയ്യുകയും ചെയ്ത സംഭവത്തെ തുടർന്നായിരുന്നു ഈ ഓപ്പറേഷൻ. ഭീകരവാദികളുമായി ജർമ്മൻ അധികൃതരാണ് അന്ന് ചർച്ച നടത്തിയത്. ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ ഇടപെടാൻ അനുവദിച്ചതുമില്ല. എന്തായാലും മൊസാദിന്റെ തലവൻ സമീർ അടക്കമുള്ളവർ നിസ്സഹായരായി നിൽക്കെ ഇസ്രയേലി അത്ലറ്റുകൾ കൊല്ലപ്പെട്ടു. തുടർന്നാണ് ബ്ലാക്ക് സെപ്റ്റംബർ, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ തുടങ്ങിയ ഭീകര സംഘടനകളിലെ നേതാക്കളെ വധിക്കാനുള്ള പദ്ധതികൾക്ക് തുടക്കമായത്. പിന്നെ റോമിലും പാരീസിലും ബെയ്റൂട്ടിലും ഏതൻസിലും സൈപ്രസിലുമൊക്കെ തീവ്രവാദി നേതാക്കൾ മരിച്ചു വീഴാൻ തുടങ്ങി. 8 വർഷങ്ങളിൽ കൊല്ലപ്പെട്ടത് 20-ലധികം നേതാക്കൾ. യാത്ര ചെയ്യുന്ന സമയത്താണ് ഇരകൾ ഏറ്റവും ദുർബലമാവുക എന്ന് അവർക്ക് നന്നായി അറിയാം. വിദേശ രാജ്യത്ത് അവരെ കാക്കാൻ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനം പൂർണ്ണമായും ഉണ്ടാവില്ലല്ലോ. രാജ്യത്തിൻ്റെയും പൗരന്മാരുടെയും രക്ഷയ്ക്ക് മറ്റാരുമില്ലെന്ന ബോധത്തിൽ നിന്നായിരുന്നു പ്രധാന ശത്രുക്കളെ ലോകത്തെവിടെയും പോയി വധിക്കാനുള്ള ഇസ്രയേലിൻ്റെ തീരുമാനം വരുന്നത്. പക്ഷേ പിന്നീടത് രാജ്യത്തിൻ്റെ നയമായി മാറുകയായിരുന്നു. പിന്നെയും ഒട്ടനവധി ഓപ്പറേഷനുകൾ കിഡോണിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. ഇന്ന് ഇസ്രയേലിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ പേടി സ്വപ്നമാണ് കിഡോൺ. ലോകത്ത് ഏത് കടലിനടിയിൽ പോയി ഒളിച്ചാലും തങ്ങളുടെ ശത്രുക്കളെ തേടി അവർ എത്തുക തന്നെ ചെയ്യും.
വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.